ഹായ് മക്കളെ, നമ്മുടെ എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിൽ ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് പൈസ ഒരു പ്രധാന വിഷയമാണെന്നുള്ളത്. ഞാൻ 2 ദിവസം മുമ്പേ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടി എക്സാം കഴിഞ്ഞ് ബസ്സിൽ കയറി, ഒരു സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് കയറിയിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞു, സേദ് സാർ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ സേദ് സാറാണ്. ഞാൻ കാണാറുണ്ട്, വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എജുപോർട്ടിലെ സ്റ്റുഡൻ്റ് ആണെന്ന് ചോദിക്കും. അപ്പോൾ കുട്ടി പറഞ്ഞു, എജുപോർട്ടിലെ സ്റ്റുഡൻ്റ് അല്ല, പക്ഷേ ഞാൻ എജുപോർട്ടിലെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും ഇതൊക്കെ ഞാൻ കാണാറുണ്ട്, യൂട്യൂബിലൂടെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജോയിൻ ചെയ്തുകൂടെ, നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്തുകൂടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ കുട്ടി അന്നേരം ഒന്നുമില്ല സാറേ എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ ആ കുട്ടീൻ്റെ ബസ് സ്റ്റോപ്പ് എത്തി, ആ കുട്ടി ഇറങ്ങാൻ നേരത്ത് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ജോയിൻ ചെയ്യുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട്. അവിടെ ഞാൻ ആ കുട്ടി ഇറങ്ങിപ്പോയി. ഞാൻ ഒരു 2 മിനിറ്റ് ഷോക്കായിപ്പോയി. കേരളത്തിൽ ഇന്നും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എഡ്യൂക്കേഷൻ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളുണ്ട്. നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ടഫായിക്കൊണ്ടിരിക്കുകയാണ്, പാഠഭാഗങ്ങളൊക്കെ ടഫായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറും സ്കൂളിലെ പഠനം കൊണ്ട് മാത്രം ഒരുപക്ഷെ ഒരു ഫുൾ മാർക്ക് വാങ്ങിക്കൊള്ളുന്നില്ല. കാരണം സ്കൂൾ ടീച്ചേഴ്സിനെ അത് കുറ്റം പറയുന്നതല്ല, കാരണം ടീച്ചേഴ്സിന് ഒരുപാട് പരിപാടികളുണ്ട്. സ്കൂളിലെ ആർട്സ്, സ്പോർട്സ്, മറ്റുള്ള കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കൽ, ഇതിനിടയിൽ ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വലായിട്ട് നോക്കാന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇതേ അവസ്ഥയിൽ കടന്നുപോയ ആളല്ല. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എഡ്യൂക്കേഷൻ പല ഭാഗത്തു നിന്നും കൃത്യമായി കിട്ടാത്തവരാണ്. ശരിക്കും സ്കൂളിലെ പഠനം മാത്രം കിട്ടിയ ഒരാളാണ്. മക്കളെ, അന്നേക്കന്ന് ഞാൻ ഇവിടെ എജുപോർട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ അജ്ജാ സാറിനോടും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മാനേജ്മെൻറ്റിനോട് കൃത്യമായിട്ട് പറഞ്ഞു, നമുക്കൊരു മീറ്റിംഗ് വിളിക്കണം. എല്ലാവരും കൂടി ഇരുന്നു. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ പ്ലാൻ ചെയ്തു, വിദ്യാഭ്യാസം ഒരു കച്ചവട ചരക്കാവരുത്. കുട്ടികളെ വലിയ കുത്തക മുതലാളിമാർ വലിയ പൈസക്കൊക്കെ കുട്ടികളോട് ട്യൂഷൻ അഡ്മിഷൻ എടുക്കും എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അങ്ങനെ ഒരു ഗണത്തിൽപ്പെടരുത്. കേരളത്തിലെ ഏതൊരു കുട്ടിക്കും ചെറിയ പൈസക്ക്, അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ലടാന്ന് സ്കൂളിൽ ഏതെങ്കിലും കുട്ടി പറയുമ്പോൾ എടാ എജുപോർട്ടിൽ ചേരടാന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നേക്കന്ന് നമ്മളൊരു തീരുമാനമെടുത്തു, വെറും 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്ലാസ് കിട്ടാൻ പാടും. അപ്പം നിങ്ങൾ വിചാരിക്കും, സാറേ അങ്ങനെ ആണെങ്കിൽ 499 രൂപ എന്തിനാ, ഫ്രീ കൊടുത്താൽ പോരെ? മക്കൾ, ഫ്രീ കൊടുത്താലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മൾ പൈസയും പേപ്പർ കഷ്ണമാണ്, പുറത്തേക്ക് എടുക്കുന്ന വെറും കടലാസ് കഷ്ണം പോലെയുള്ള മറ്റ് പേപ്പറുകളും. ഇതിൽ രണ്ടിലും വാല്യൂ ഏതാണ് ഉണ്ടായിരിക്കല്? ആ പൈസക്ക് തന്നെയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാതെ ഞാൻ ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പഠനത്തിന് യാതൊരു വിധ വാല്യൂ ഉണ്ടാവില്ല. നിങ്ങൾക്ക് തരുന്ന ക്ലാസ് നിങ്ങൾ അത്രത്തോളം എഫക്റ്റീവായിട്ട് നിങ്ങൾ കാണൂല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ചെറിയ പൈസയിൽ വെറും 499 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ ഞങ്ങളുടെ കയ്യിൽ ഇപ്പം തന്നെ 500 രൂപ എടുക്കാനില്ലല്ലോ. അതും ഞങ്ങൾ ഈ ഡിസ്കഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 28-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 1000 കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ ഇപ്പോൾ തന്നെ പൈസ അടയ്ക്കേണ്ട. കാരണം നമ്മുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓരോ കുട്ടികളും പഠിക്കണം. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഒരുപാട് കുത്തക മുതലാളിമാർ ഞങ്ങളെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് നഷ്ടമായി. വലിയ വലിയ മുതലാളിമാർ വലിയ വലിയ സാമ്പത്തികം മാത്രം ഉറ്റുനോക്കിക്കൊണ്ട് ഈ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം, അതെ ഞങ്ങളുടെ കൈ പിടിച്ചുയർത്തിയത് എജുപോർട്ടായിരുന്നു. ഞങ്ങൾക്ക് ആരോരുമില്ലാത്തവർക്ക് ഒരാശ്രയമായിട്ട് നിന്ന് എജുപോർട്ടാണ്. മക്കളെ, നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രം മതി. ഇനിയും ദിവസങ്ങളുണ്ട്. പൈസ മെല്ലെ അടച്ചാൽ മതി. നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവരുത്. പഠിക്കണം, ഹാപ്പി ആവണം, അടിപൊളിയാവണം.